ഹായ്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സുധീർ കബീർ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾ മാനിഫെസ്റ്റേഷൻ കോച്ചുകളെയും മാനിഫെസ്റ്റേഷൻ തട്ടിപ്പുകളെയും ഒക്കെ പൊളിച്ച് വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ പല ആളുകൾക്കും ചൊറിയുന്നു, അവർ നമ്മളെ ചൊറിയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയുമായിട്ട് പ്രധാനമായിട്ട് വന്നത്, ആദ്യമേ തന്നെ പറയട്ടെ, ഇവരുടെ ഈ മാനിഫെസ്റ്റേഷൻ കോച്ചുകളുടെ തട്ടിപ്പിന് കൊടപിടിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ദ സീക്രട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം ഇന്ന് നമ്മൾ വലിച്ചു കീറി ഒട്ടിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. തുടക്കത്തിലേ തന്നെ പറയുകയാണ്, ദ സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു പുസ്തകം നമ്മൾ ഉറപ്പായിട്ടും വലിച്ചു കീറി ഒട്ടിച്ചിരിക്കും. റോണ്ട ബേൺ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ആ പുസ്തകത്തെ നമ്മൾ ഇന്ന് നഖസിദ്ധാന്തം കീറും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ്, ആ പുസ്തകത്തിൻ്റെ കീറലിലേക്ക് കടക്കുന്നതിന് മുമ്പ്, എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ കമൻറ്റിൽ ചോദിച്ചു, രാധ ചേച്ചിക്ക് ബസ് കിട്ടിയ കാര്യം പറഞ്ഞില്ലല്ലോ അല്ലേ? നമ്മളൊരു വീഡിയോയിൽ രാധ ചേച്ചി ബസ്സിൽ കയറി കാത്തു നിന്നു, 10:30 ബസ് വന്നു, അരമണിക്കൂർ ലേറ്റായി, എപ്പോൾ രാധ ചേച്ചി സീറ്റിൽ കയറിയിരുന്നു എന്നൊക്കെ പറഞ്ഞ സംഭവം പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്തിൻ്റെ ഒരു സ്വാഭാവികമായ സംശയം, അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ സാറിനൊന്ന് പറഞ്ഞു കൊടുത്തൂടെ എന്ന് ചോദിച്ചു. വേറൊരു വ്യക്തി വന്നു, ആ പുള്ളി ചോദിച്ചു, ആ പുള്ളി ആലപ്പുഴയിൽ നിന്ന് കയറിയതാണ്, സുധീർ കബീർ എന്നാണ് പേര് കേട്ടോ. പുള്ളി ബസ് അവിടെ എത്തിയപ്പോഴത്തേക്കും സുധീർ കബീർ ചോദിച്ചു ഡ്രൈവറോട്, ബസ്സിൽ കയറി കൊണ്ട് എൻ്റെ കണ്ടക്ടറോട് ചോദിച്ചു, അല്ല സാറേ, നിങ്ങൾ നോർമലി ഇപ്പോൾ ഇത് 10 മണിക്ക് കൊല്ലം, അതുപോലെ തന്നെ 12 മണിക്ക് ആലപ്പുഴയാണ് നിങ്ങളുടെ ടൈം ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളിവിടെ എത്തിയപ്പോൾ ഇപ്പോൾ 12:40 അല്ലെങ്കിൽ 12:30 ആയേക്കാണ്. നിങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയല്ലോ സാറേ, അതെന്താ പറ്റിയതെന്ന് കണ്ടക്ടറോട് അല്ലെ ഡ്രൈവറോട് സുധീർ കബീറോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവർ പറയാണ്, നമ്മൾ ബസ് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ടിൽ പോയ മറ്റൊരു വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, റോഡ് മുഴുവൻ ബ്ലോക്കായി. അത് ഏകദേശം 30 മിനിറ്റോളം എടുത്തിട്ടാണ് ആ ട്രാഫിക് ബ്ലോക്ക് ക്ലിയർ ആയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാഹനം ലേറ്റ് ആയത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് വാഹനം ലേറ്റ് ആയത്. ഇനി മറ്റൊരു ഉദാഹരണം അതിന് തന്നെ പറയാം. അതായത് വീണ്ടും സുധീർ കബീർ ചോദിച്ചപ്പോൾ ഇതല്ലായിരുന്നു റീസൺ. ഇങ്ങോട്ട് വന്ന വഴിക്ക്, അത് ഒരു വണ്ടിയാണല്ലോ, ഓടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റേഡിയേറ്റർ പൈപ്പിൽ എവിടെയോ എന്തോ ഒരു ലീക്ക് ഉണ്ടായി. അതിൻ്റെ അകത്ത് റേഡിയേറ്ററിൻ്റെ അകത്ത് വെള്ളം പോയി, വണ്ടി പെട്ടെന്ന് ഓവർ ഹീറ്റായി. അത് എന്താണെന്ന് പരിശോധിച്ചിട്ട് ആ റേഡിയേറ്ററിൻ്റെ അകത്ത് വീണ്ടും വെള്ളം നിറയ്ക്കേണ്ടി വന്നു. അങ്ങനെ വെള്ളം നിറച്ചിട്ട് ഞങ്ങൾ വേറൊരു പൈപ്പൊക്കെ സംഘടിപ്പിച്ച് സെറ്റാക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ അങ്ങനെ വാഹനം നിർത്തിയിടേണ്ടി വന്നു. ഇങ്ങനെ റീസൺ ചോദിച്ചപ്പോഴാണ് അതിൻ്റെ റീസൺ റിവീൽ ആവുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, രാജചേച്ചിക്ക് വണ്ടി കിട്ടിയതിൻ്റെ അരമണിക്കൂർ ലേറ്റ് ആയതിൻ്റെ പിന്നിലത്തെ കാര്യം അവിടെ മാനിഫെസ്റ്റേഷൻ അല്ല വർക്ക് ചെയ്തത്. പകരം വണ്ടിക്ക് കംപ്ലൈൻറ്റ് ആയി, അല്ലെങ്കിൽ മുന്നേ പോയൊരു വാഹനം അപകടത്തിൽപ്പെട്ടു. അതുമല്ലെങ്കിൽ റോഡിൽ ഭയങ്കര തിരക്കായിരുന്നു, റോഡിൽ ബ്ലോക്കുകളായിരുന്നു, റോഡിൽ പണി നടക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ ബീം പൊക്കി വെച്ചപ്പോൾ മറിഞ്ഞു പോയി. റോഡിൻ്റെ പണി നടക്കുകയാണ്, ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ മുഴുവൻ പണി നടക്കുകയാണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം ഈ ഒരു 2 മിനിറ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ദ സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിക്കാം. ഓക്കെ, റോണ്ട ബേണാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയേണ്ടി വരും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് അവിയൽ പരുവത്തിൽ മിക്സ് ചെയ്ത് ജനങ്ങളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്താൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2006 2500 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റ് വരവ് ഉണ്ടായ ഒരു പുസ്തകമാണ് ദ സീക്രട്ട്. അതാണ് ദ സീക്രട്ടിന്റെ ഹിസ്റ്ററി. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഈ പുസ്തകം ചെയ്തു എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ കടം കയറി മുടിഞ്ഞ് തൊലഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ തലയിൽ ഒരു ഐഡിയ ഉദിക്കുന്നത്. അതായത് പ്രപഞ്ചം നിങ്ങൾക്കെല്ലാം കൊണ്ടു തരും എന്ന ഒരു ഐഡിയ ഈ പാവ മനുഷ്യരുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചാൽ, അത് പറയുന്ന ഒരു പുസ്തകം പ്രചാരണം ചെയ്താൽ, അല്ലെങ്കിൽ അത് പറയുന്ന ഒരു ആശയം പ്രചാരണം ചെയ്താൽ ഉറപ്പായിട്ടും എനിക്ക് പണമുണ്ടാക്കാം, എൻ്റെ കാര്യങ്ങൾ സെറ്റാവും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം 2006 പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് ഈ പറയുന്ന ദ സീക്രട്ട്. ഇതേ സാഹചര്യത്തിൽ കൂടെ തന്നെ മറ്റൊരു വ്യക്തി 1970-കളിൽ കടന്നു വന്നിട്ടുണ്ട്. അയാളുടെ പേര് ഗാരി ഡഗ്ലസ് എന്നാണ്. അയാൾ നടപ്പിലാക്കിയ കാര്യം ആക്സസ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ തട്ടിപ്പ്, വലിയൊരു സ്യൂഡോ സയൻസ്, വലിയൊരു സ്കാം ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് ഗാരി ഡഗ്ലസ് ചെയ്ത ആ തട്ടിപ്പിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മളുടെ ഈ ചാനലിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ തമ്പനയിൽ കാണാം. അത് ആക്സസ് കോൺഷ്യസ് എന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കുന്ന ആഗോള ബിസിനസ്സാണ്. ഫെസിലിറ്റേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ആളുകളെയൊക്കെ അവർ പ്രത്യേകം ഫീസ് കൊടുത്ത് ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് പഠിപ്പിച്ച് കാശുണ്ടാക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് അല്ലെങ്കിൽ ആക്സസ് കോൺഷ്യസ്നെസ്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതേ പാറ്റേൺ ഫോളോ ചെയ്ത് 2006 ഇറങ്ങിയ
മറ്റൊരു പുസ്തകമാണ് ദ സീക്രട്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ വിശദമായി തന്നെ നമ്മൾ പറയേണ്ടി വരും, പല കാര്യങ്ങളും പറയേണ്ടി വരും. പല പ്രമുഖ വ്യക്തികളെയൊക്കെ ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ജീവനാന്ത കണ്ടെത്തലുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വളരെ കൂലങ്കഷമായി ഡിസ്കസ് ചെയ്യുന്ന മനോഹരമായ കപടശാസ്ത്രത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് എഴുതിയ ഒരു തട്ടിപ്പ് പുസ്തകം. ഇതിനെ മാനിഫെസ്റ്റേഴ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ, അതിൻ്റെ പ്രവർത്തകരുടെ പ്രചാരകരുടെ ഒരു വേദപുസ്തകം പോലെ, മതവിശ്വാസികളുടെ വേദപുസ്തകം എന്ന പോലെ ഈ മാനിഫെസ്റ്റേഷൻ വിശ്വാസികളുടെ വേദപുസ്തകമാണ് ദ സീക്രട്ട്. ഒരുപാട് വ്യക്തികളുടെ പല അത്ഭുത കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ബോബ് പ്രോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ പുസ്തകം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ കേട്ടാൽ നിങ്ങൾ തന്നെ ചിരിച്ച് മരിക്കും. അതായത് പുള്ളിയെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് തത്വചിന്തകനാണ്, പരിശീലകനാണ് എന്നൊക്കെയാണ്. പക്ഷെ പുള്ളിയുടെ പ്രധാന കണ്ടുപിടുത്തം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിളി 2, 3, 4, 5 എന്ന് പറഞ്ഞ് പറക്കും. അതെന്താണെന്നറിയോ? കടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കടം കൂടുമെന്ന്. വല്ലാത്ത യാതിയല്ലേ? കടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടം ഇങ്ങനെ കൂടി വരും. അതുകൊണ്ട് കടം വീട്ടാൻ കാശില്ലെങ്കിലും എനിക്ക് കോടികളുണ്ടെന്ന് വെറുതെ അങ്ങ് വിഷ്വലൈസ് ചെയ്യുക, കണ്ണ് മടച്ചങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇതാണ് പുള്ളി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് തരുന്ന തത്വചിന്ത. ഇനി ബാങ്കിൻ്റെ ലോണൊക്കെ എടുക്കുമ്പം ആധാരമൊക്കെ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തി ചെയ്ത് അത് കൊണ്ടുപോകുക എന്നുള്ളത് റിയാലിറ്റി, മറ്റേത് സ്യൂഡോ സയൻസ്. ഇനി ആ പുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ ആളാണ് ഡോക്ടർ ജോ വിറ്റാലെ. പേര് തന്നെ വിറ്റാലെ എന്നാണ്, എന്തെങ്കിലും ആവട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടാലേ നമ്മളാകെ കിളി പറക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1, 2, 3 കിളി ഒന്നിച്ച് പറക്കും. അതായത് പ്രപഞ്ചം ഒരു വലിയ കാറ്റലോഗ് പോലെയാണത്രേ. നമ്മൾ പോയിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇപ്പോൾ സ്വിഗ്ഗിയിൽ, സൊമാറ്റോയിലൊക്കെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യില്ലേ, അതുപോലെ ആ കാറ്റലോഗിൽ നിന്ന് ഐ നീഡ് എ BMW കാർ പ്ലീസ്. Universe, deliver me this Mercedes G-Wagon immediately. പറഞ്ഞാൽ മതി, അതിങ്ങ് തരും. പുള്ളി മൊത്തത്തിൽ വിറ്റാ അല്ലേ? പുള്ളി മൊത്തത്തിലൊരു വിറ്റാണ്. അടുത്ത ആളെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളും കോമഡിയാണ്. പുള്ളിയുടെ ഐഡിയ വേറെ ലെവലാണ് കേട്ടോ. വീടിൻ്റെ മുകളിൽ ദിവസവും $1,00,000, അതായത് 80-90 ലക്ഷം രൂപ, നമ്മുടെ ഇപ്പോഴത്തെ ഡോളറിൻ്റെ പ്രൈസൊക്കെ കയറി പോവുകയാണെ. അപ്പോൾ ഒരു 90-97 ലക്ഷം രൂപ ചെക്ക് വരുന്നതായിട്ട് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. എൻ്റെ വീടിൻ്റെ മേളിൽ 1.5 ലക്ഷം രൂപ, $1.5 ലക്ഷം ഇങ്ങനെ വരുന്നു, $1,00,000 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സ്വപ്നം കണ്ട് കണ്ണ് തുറക്കുമ്പോൾ എന്തു പറ്റും? അയാളുടെ പേര് പറഞ്ഞില്ലേ? അയാളുടെ പേരാണ് ജാക്ക് കാൻഫീൽഡ്. ജാക്ക് കാൻഫീൽഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് എടുത്ത് എഴുന്നള്ളിച്ച് വെക്കുന്നുണ്ട്. അയാൾ പറഞ്ഞതാണ് ഈ $1 ലക്ഷം എല്ലാ ദിവസവും വീടിൻ്റെ മേളിൽ വരുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കണ്ണടച്ച് വിട്ടിരുന്നു കഴിഞ്ഞാൽ KCBക്കാർ വന്ന് 1,500 രൂപ ബില്ലടയ്ക്കാനുണ്ട്, നീ ബില്ലടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫ്യൂസ് ഒരിക്കൊണ്ട് പോകും. എൻ്റെ വെട്ടവും പോകും, വെളിച്ചവും പോകും, കമ്പ്യൂട്ടറും പോകും. ഗോവിന്ദ. ഓക്കെ, ഇനി അടുത്ത ഡോക്ടർ ജോൺ ഹെഗ്ലിൻ. നല്ല പേര്, സൂപ്പർ പടക്കൻ പേര്. ഞാൻ നോക്കി വായിക്കുക കേട്ടോ, എനിക്ക് പേര് കാണാതെ അറിയത്തില്ല. ഇവന്മാരുടെയൊക്കെ പേര് പഠിച്ചിട്ട് ഞാൻ മറ്റേ essay ഒന്നും എഴുതാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ നോക്കി വായിക്കുകയാണ്. അതിൻ്റെയാണ് കേട്ടോ ഒരു പ്രശ്നം. അപ്പോൾ പുള്ളിയാണ് ഈ ക്വാണ്ടം ഫിസിക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആരാണ്? ഈ ജോൺ ഹെഗ്ലിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ക്വാണ്ടം ഫിസിക്സ് കണ്ടെത്തിയത്. അദ്ദേഹം ഭയങ്കര മഹാനാണ് കേട്ടോ. ഈ ബുക്കിലെ ഏറ്റവും മെയിൻ സയൻറ്റിസ്റ്റാണ്. ക്വാണ്ടം ഫിസിക്സ് കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് എന്ന ഏറ്റവും വലിയ വാക്ക് ഉപയോഗിച്ചിട്ട് സാധാരണക്കാരെ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുക പേടിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്ന പ്രധാന ജോലി. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ഇവിടെ ആകർഷിക്കാൻ പറ്റിയ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് എൻ്റെ ചിന്താശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ ഈ റൂമിലിരിക്കുന്ന പുറകെ സ്പാനറൊക്കെ ഇരിപ്പുണ്ട് വണ്ടി ശരിയാക്കിൻ്റെ, അതൊക്കെ ആകർഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത്തിരി അടച്ചു വയ്ക്കാം. പുറത്തേക്ക് ചിന്ത പോയിട്ട് ആ കാന്തിക ശക്തി പ്രശ്നമാക്കണ്ട. സ്പാനറൊന്നും വന്നതിൻ്റെ തലയിൽ കൊള്ളരുത്. ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാന്തിക ശക്തിയുണ്ട്, അതുപയോഗിച്ച് നമ്മൾ ചിന്തിക്കുന്ന മുഴുവനും കാന്തം പോലെ വലിച്ചെടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ഞാൻ കാന്തം പോലെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പോകും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ കോമഡിയാറല്ലേ തോന്നുന്നത്? ഇതാ ഈ ദ സീക്രട്ട്, അതുകൊണ്ടാണ് ആ ബുക്കിൻ്റെ പേര് ദ സീക്രട്ട്. ഇത് രഹസ്യമാണ്, വേറെ ആരും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്ന സംഭവമാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ഈ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിച്ച്, കാന്തിക ശക്തി ഉപയോഗിച്ച്, നമ്മുടെ ചിന്ത ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രകൃതിയിലുള്ള എന്ത് സാധനമാണെങ്കിലും കാന്തം പോലെ നമുക്കിങ്ങനെ വലിച്ചെടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ സയൻസ് ആണോ അതോ വല്ല മന്ത്രവാദമാണോ ഈ പുള്ളി പറയുന്നതെന്ന് ആക്ച്വലി ഐ ഡോണ്ട് നോ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത്രേ ഉള്ളൂ, അത് നടക്കത്തില്ല. ഇനിയാണ് അടുത്ത പുലി. 7ാമതായിട്ട് ഞാൻ പരിചയപ്പെടുന്ന പുലിയുടെ പേരാണ്
ജോൺ അഷറഫ്. അഷറഫ് അല്ല കേട്ടോ, അഷറഫ് ആണെന്ന് പറഞ്ഞ് വന്നിട്ട് എന്നെ ആരും പൊങ്കാല എഴുതുന്നത്. അഷറഫ് അല്ല, അഷറഫ്. പുള്ളി സംരംഭകനാണ്, പുള്ളി ഒരു ബിസിനസ് എന്റർപ്രൈനർ. അവിടെ തള്ളു കേട്ടാൽ ആരും അങ്ങോട്ട് വീണു പോകും. പുള്ളി തള്ളുന്ന കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഒരു വിഷൻ ബോർഡിൽ പുള്ളി ഇങ്ങനെ കുറേ വീടിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചു. അതിനുശേഷം പുള്ളിക്ക് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും പടത്തിലുള്ള അതേ വീട് അയാൾക്ക് കിട്ടി. അപ്പം ഞാൻ നാളെ അനിൽ അംബാനിയുടെ, മുകേഷ് അംബാനിയുടെ, അതും അല്ലെങ്കിൽ വേറെ ആരുടെയും ബിൽ ഗേറ്റ്സിൻ്റെ വീടിൻ്റെയൊക്കെ പടം എടുത്ത് ഞാൻ ഒട്ടിക്കാൻ പോവാം. ഗൂഗിളിൽ അവൈലബിളാണ്. അതും അല്ലെങ്കിൽ നമ്മുടെ മറ്റേ മെസ്സിയുടെ വീടിനെ കുറിച്ച് ഭയങ്കര വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ പടം എടുത്ത് ഞാൻ ഒട്ടിക്കാൻ പോവാം. നാളെ തൊട്ട് വിഷ്വലൈസ് ചെയ്ത് ഞാനത് ഇങ്ങോട്ട് എടുക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും വന്നിരിക്കുന്ന ആളുകൾ ഒരു സൈഡ് നിൽപ്പുണ്ടേ വീട് വെച്ചിട്ട് കേട്ടോ. അവരോട് പറയാനുള്ളത് പോയി പണിയെടുത്തോ, അല്ലെ കടം കയറിയെന്ന് പറഞ്ഞിട്ട് അവർ ജപ്തി ചെയ്ത് വീടിൻ്റെ വഴിക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് എന്തെങ്കിലും പണിയെടുത്തു, ഇത് നോക്കി ഇരിക്കരുത്. അപ്പോൾ അതാണ് ജോൺ അഷറഫ് പറയുന്നത് കേട്ടോ. പിന്നെ ലിസ നിക്കോൾസ് എഴുത്തുകാരിയാണ്, പുള്ളിക്കാരി വമ്പൻ എഴുത്തുകാരിയാണ്. അപ്പോൾ അവരെപ്പോഴും പറയുന്നത് ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ഫീൽ ഗുഡ്, മക്കളെ ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ഫീൽ ഗുഡ്. പട്ടിണി കിടന്നാലും പണി പോയാലും സങ്കടപ്പെടേണ്ട, ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ഫീൽ ഗുഡ്. സന്തോഷമായിരിക്കുക, ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ഫീൽ ഗുഡ്. കാരണം നമ്മൾ സങ്കടപ്പെട്ടാൽ പ്രപഞ്ചം മുഴുവൻ വീണ്ടും നമുക്ക് സങ്കടം തന്നുകൊണ്ടിരിക്കും. ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ഫീൽ ഗുഡ്. എന്തൊരു ക്രൂരമായ ലോജിക്കാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മനുഷ്യന് സങ്കടം വന്നാൽ കരയണം ഗൈസ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ സപ്രസ് ചെയ്യരുത്. അത് ഏതൊരു സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയോടും ഒരു പ്രൊഫഷണലോടും ചോദിച്ചാൽ നിങ്ങളുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത് ഫ്രോഡാണ്. 100%. നിങ്ങളുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനാണ് എല്ലാവരും പറയുക. ദേഷ്യം വന്നതിൻ്റെ കാരണം കണ്ടെത്താനാണ് പറയുക. ഇതിവിടെ എന്ത് വിഷമം വന്നാലും അതിനെ എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ചോ, അവിടെ ഇരുന്നോട്ടെ, നോ പ്രോബ്ലം, ഡോണ്ട് വറി. അങ്ങനെ പറയുന്ന ആളാണ് ലിസ നിക്കോൾസ്. അവരും ഈ പുസ്തകത്തിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇനി 8ാമത്തെ ആള് ഡോക്ടർ ബെൻ ജോൺസൺ. ഈ ബെൻ ജോൺസൺ ഡോക്ടറാണ്. രോഗികൾക്കുള്ള ഉപദേശം മുഴുവൻ ഇയാളുടെ വകയാണ്. കാരണം ഒരു പുസ്തകം ആകുമ്പോഴത്തേക്ക് അത് സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യമാകുമ്പോഴത്തേക്ക് അത് പുസ്തകത്തിൻ്റെ അതൊരു ഡോക്ടറൊക്കെ വേണ്ടല്ലോ കുറേ പണിയൊക്കെ വരുന്നതല്ലോ അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുണ്ട്, ഡോക്ടർ ബെൻ ജോൺസൺ. ക്യാൻസർ വന്നാലും മരുന്ന് കഴിക്കരുതെന്നാണ് പുള്ളിയുടെ ഉപദേശം. അതിന് പകരം ദിവസവും കോമഡി സിനിമ കണ്ടങ്ങ് ചിരിച്ചാൽ മതി. പുള്ളി അന്യായ സയൻറ്റിസ്റ്റാണ്. ക്യാൻസർ എന്താണ് എന്ന് മനസ്സിലായിട്ടാണോ ഈ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ഉണ്ട് കേട്ടോ, പുസ്തകത്തിൽ ഓരോരോ ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ അങ്ങ് പോകും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പുസ്തകം വെച്ചിട്ട് 2ാമത്തെ വീഡിയോയിൽ ചെയ്യും, അല്ലെങ്കിൽ ആളുകൾക്ക് ബോറടിക്കും. അപ്പം ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 2ാമത്തെ പാർട്ടിൽ ഇവരുടെ തട്ടിപ്പുകളും ആ പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസുമായിട്ട് നമ്മൾ വരും. ഇത് വീഡിയോ ഒരു 15 മിനിറ്റിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇത്തരം തട്ടിപ്പുകാരെയൊക്കെ പൊളിക്കുമ്പം ഒരു കൈത്താങ്ങായിട്ട് ഇതാ ഈ ഒരു കൈത്താങ്, ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ് ഒക്കെ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം തട്ടിപ്പിലൊക്കെ പോയി പെടാതെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങളൊന്നും തരണ്ട. എനിക്ക് ഫീസ് തരണ്ട ഗൈസ്, നിങ്ങൾ എൻ്റെ കോഴ്സ് എടുക്കണ്ട ഗൈസ്. എനിക്ക് കോഴ്സ് ഇല്ല ഗൈസ്. ഇത്തരം തട്ടിപ്പ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സും ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി. എനിക്ക് വേണ്ടി നിങ്ങൾ ഇത് കേൾക്കണ്ട, എനിക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യണ്ട. ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്താൽ മതി. ഈ പുസ്തകത്തെ ഞാൻ വലിച്ചു കയറാൻ തുടങ്ങുമെന്ന് ഞാനൊരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തതുകൊണ്ട് ഞാൻ ആ പുസ്തകത്തെ വലിച്ചു കയറാൻ തുടങ്ങുകയാണ്. അപ്പം അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും have a nice day, bye bye, take care and never ever enter to this trap. This is a manipulation trap. ഇതല്ല, ദത് മാനിഫെസ്റ്റേഷൻ is a manipulation trap. പോയി പെടരുത്. അത്രയും മാത്രം പറഞ്ഞിട്ട് ഐ ആം സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. ഈ ദ സീക്രട്ടിൻ്റെ 2-3 പാർട്ടായിട്ട് ഞാൻ ചെയ്യും. അതിൻ്റെ അകത്ത് ഞാൻ ആ പുസ്തകത്തെ വലിച്ചു കയറും. ഹാപ്പി ആയില്ലേ? കമൻ്റ് ഇട്ട ചേട്ടനോട് പ്രത്യേകം പറയാനുള്ളത്, ചേട്ടനെ ഹാപ്പിയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പേ മലയാളത്തിൽ ഞാൻ പരിഭാഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കാണണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.